അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തടുക്കാതിരിക്കട്ടെ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വ്യാപൃതരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരാണോ അത് ചെയ്യുന്നത് അവരാകുന്നു യഥാർത്ഥത്തിൽ നഷ്ടക്കാർ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുന്നതിന്റെ മുന്നേ, നിങ്ങൾക്ക് നിശ്ചയിച്ച അവധി വന്നെത്തുന്നതിന്റെ മുന്നേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. അങ്ങനെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ആ മരണത്തിന്റെ ദൂതൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, നിങ്ങളിൽ ചില ആളുകൾ പറയുകയാണ്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എനിക്ക് സമീപമായൊരു അവധി തരാൻ കഴിയുമോ, എനിക്കൊരു മിനിറ്റ് കൂട്ടിത്തരാൻ കഴിയുമോ, എനിക്കൊരു മണിക്കൂർ കൂട്ടിത്തരാൻ കഴിയുമോ, എനിക്കൊരു ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങളൊന്ന് കൂട്ടിത്തരാൻ കഴിയുമോ? അങ്ങനെ ഒരു ദിവസമോ ഒരു മണിക്കൂറോ എനിക്ക് കൂട്ടിത്തന്നു കഴിഞ്ഞാൽ ഫഅസ്സദ്ദഖ് വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, ഞാൻ ദാനധർമ്മം അനുഷ്ഠിച്ചു കൊള്ളാം. അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി പിരിവിന് വരുമ്പോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ വരുമ്പോ, മുഖം ചുളിച്ചു കണ്ടിരുന്ന, ആട്ടിപ്പായച്ചിരുന്ന, നീരസത്തോടെ മാത്രം അത്തരം ആളുകളിലേക്ക് നോക്കിയിരുന്ന, അത്തരം സംരംഭങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നോക്കിയിരുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ മരണത്തിന്റെ മുന്നിലെത്തുമ്പോൾ അവർ പറയുകയാണ്, എനിക്കൊരു മിനിറ്റ് നീട്ടിത്തന്നാൽ. പള്ളിയിലെ വരിസംഖ്യ 100-ൽ നിന്ന് 120 ആക്കിയപ്പോ ജനറൽ ബോഡിയിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? 20 രൂപയല്ല, എന്റെ സ്വത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തരാൻ ഞാൻ തയ്യാറാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വകും മിനസ് സാലിഹീൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറാനും ഞാൻ തയ്യാറാണ്. എന്നാ മനുഷ്യൻ പറയുമ്പോ അവന് കിട്ടുന്ന മറുപടി എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നിശ്ചയിച്ച അവധി വന്നെത്തിക്കഴിഞ്ഞാൽ, നിന്റെ ഭൂസ്വത്തുക്കൾ മുഴുവൻ നീ റബ്ബിന്റെ മാർഗത്തിലേക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞാലും 5 സെക്കൻഡ് പോലും കൂട്ടിക്കിട്ടുക സാധ്യമല്ല. അല്ലാഹു നിശ്ചയിച്ച അവധി വന്നെത്തിക്കഴിഞ്ഞാൽ, ഇനിയുള്ള കാലം മുഴുവൻ നിസ്കാരത്തിൽ വ്യാപൃതരാകാമെന്ന് നീ പറഞ്ഞാലും 5 സെക്കൻഡ് പോലും കൂട്ടിക്കിട്ടുക സാധ്യമല്ല. അള്ളാഹുവിന്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും നീട്ടിത്തരാൻ നിന്റെ സ്വാധീനങ്ങൾക്കോ പണത്തിനോ സാധ്യമല്ല. അതുകൊണ്ട് ആ സമയം വന്നെത്തുന്നതിന്റെ മുന്നേ, ആ നേരം വന്നെത്തുന്നതിന്റെ മുന്നേ ഓരോ ആത്മാവും ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ലഅല്ലി അഅ്മലു സാലിഹാ, ഞാനൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, ഞാനൊന്ന് സദ്വൃത്തരായ ആളുകളുടെ കൂടെ കൂടട്ടെ. ഫീമാ തറക്ത്, ഞാൻ ചെയ്യാതെ പോയ കർമ്മങ്ങളുണ്ടല്ലോ, ഞാൻ വിട്ടുകളഞ്ഞ കർമ്മങ്ങളുണ്ടല്ലോ, ഞാൻ ഗൗരവം കാണിക്കാത്ത കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളൊക്കെ, ആ അമലുകളൊക്കെ ഞാനൊന്ന് ചെയ്തോട്ടെ, ഞാനൊന്ന് പ്രവർത്തിച്ചോട്ടെ എന്ന് ഓരോ മനുഷ്യനും കേണുകരഞ്ഞ് പറയുന്നൊരവസരം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാനുണ്ട്. അതിനെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അതവന്റെ കേവലം വർത്തമാനം മാത്രമാണ്, അതവന്റെ കേവലം ആവശ്യപ്പെടൽ മാത്രമാണ്. ബർസഖിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബർസഖിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും ആ യാത്ര തിരിയാൻ പോകുന്നില്ല. ആ യാത്രക്കൊരു ബ്രേക്ക് ഇല്ല, ആ യാത്രക്കൊരു ഇടവേളയില്ല. അത് നേരെ ഈ ജീവിതത്തിന്റെ തിരശീലക്കപ്പുറത്തേക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് പടച്ച റബ്ബ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല വാഇദ് ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല പ്രാസംഗകൻ, ഏറ്റവും നല്ല പ്രഭാഷകൻ, ഏറ്റവും നല്ല ഉപദേശകൻ അതാരാണെന്നറിയുമോ? അത് മരണമാണ്. അത് മരണമാണെന്ന് പടച്ച റബ്ബ് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് 2 അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. 2 രീതിയിലാണ് മരണം ഉപദേശകനാവുക. ഒന്ന് ജീവിച്ചിരിക്കുന്ന കാലത്താണ്, ഈ സമയത്താണ്, ശ്വാസമുള്ള കാലത്താണ്, സിരകളിലൂടെ രക്തമോടുന്ന കാലത്താണ്, ഹൃദയം ഇടിപ്പ് നിൽക്കാത്ത കാലത്താണ്, ശരീരത്തിന്റെ അവയവങ്ങൾ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ആ സമയത്ത് മരണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ മരണം ഏറ്റവും നല്ല ഉപദേശകനാണ്. എന്നാൽ മരണം വേറൊരു തരത്തിലും കൂടി വരാനുണ്ട്. ആ മരണം യാഥാർത്ഥ്യവുമായി വന്നു കഴിഞ്ഞാൽ ആ മരണം യാഥാർത്ഥ്യവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഉപദേശം മനസ്സിലാവാത്ത ഒരാൾ പോലും ഈ ദുനിയാവിലില്ല. പക്ഷേ ആ ഉപദേശം മനസ്സിലായത് കൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.